എന്നാൽ നമുക്ക് കുമ്പളങ്ങയും മാങ്ങയും ഒരു കറി വയ്ക്കാം. അപ്പോൾ ഞാൻ കുമ്പളങ്ങയും മാങ്ങയും അരിഞ്ഞ് ഞാൻ ഈ പാത്രത്തിൽ കറി വയ്ക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലാവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, അത് ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തത്, അതുകൊണ്ടാണ് അത്രയും കാണുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി. പിന്നെ അതിലേക്ക് വേപ്പില, ഇഞ്ചി ഒരു കഷ്ണം, പിന്നെ ചെറുള്ളി ഒരു 5-6 3 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ്, 3 ഇട്ടുണ്ട്. ഇനി നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അധികം വെള്ളം നിറവൊഴിക്കേണ്ട, കാരണം നമുക്ക് കുമ്പളങ്ങയിൽ വെള്ളമുള്ളതാണ്. അപ്പോൾ നമുക്കിനി ഇത് ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ വെള്ളം ഇത്ര തന്നെ വേണ്ടു, കുമ്പളങ്ങയിൽ നല്ല വെള്ളമുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഒരു അരപ്പ് ശരിയാക്കി എടുക്കാം. അതിലേക്ക് നമ്മളിപ്പോൾ ഒരു കുമ്പളങ്ങി എടുത്ത കാരണം ഞാനൊരു നാളികേരം തന്നെ എടുക്കുന്നുണ്ട്. ഒരു മീഡിയം വലിപ്പമുള്ള നാളികേരമാണ്, അത്ര വലിയതല്ല. അപ്പോൾ ആ നാളികേരം നമുക്ക് നന്നായി നല്ല നൈസായിട്ട് അരച്ച് കൊണ്ടുവരണ്ട. അപ്പോൾ അതിലേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഒരു 3-4 ഉള്ളി ഇട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം, അതിലും കൂടരുത്, 1/4 താഴെ ഇട്ടിട്ടുള്ളൂ ഞാൻ. ഇട്ടിട്ട് നന്നായി നൈസായിട്ട് ഇത് അരച്ച് കൊണ്ടുവരാം. വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായി അരച്ച് കൊണ്ടുവരാം. ഇപ്പം ഞാൻ അരച്ച് കൊണ്ടുവന്നുണ്ട്, നല്ല നൈസായിട്ട് അരച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നമ്മുടെ കറി വെന്ത് വന്നിട്ടുണ്ട്, നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ഈ അരച്ച് വെച്ച തേങ്ങ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം കുറുതായി വരുന്നൊരു കറിയാണ്. ഇതിൽ നമ്മൾ പരിപ്പോ അങ്ങനെയൊന്നും ചേർക്കണില്ലല്ലോ. അപ്പോൾ നമ്മൾ നല്ല കട്ടിയിൽ തന്നെയാണ് ഈ കറി എടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ മിക്സിയുടെ ജാറ് കഴുകിയ കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല കട്ടീൻ്റെ ഇത്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജാറ് കഴുകിയ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് തിളയ്ക്കണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത്യാവശ്യം നന്നായി കുറുതായ ഒരു കറിയാണ്. സാധാരണ നമ്മൾ കുമ്പളങ്ങ വെച്ച് കഴിഞ്ഞാൽ വെള്ളം പോലെയാണ് ആ കറി ഉണ്ടാവുക, ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ ഇത് നല്ല കുറുതായ ഒരു കറിയാണ്. അപ്പോൾ ഇത് തിളയ്ക്കുന്ന വരെ വെയിറ്റ് ചെയ്തിട്ട് ഇതിനൊരു താളിപ്പ് ശരിയാക്കി എടുക്കാം. അപ്പോൾ അതിന് ചട്ടി വെച്ച് ഞാൻ 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂണ് കടുക് ഇട്ട് കൊടുത്തു. ഇനി ഒരു 1/4 ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഉലുവയുടെ അളവൊന്നും കൂടി പോകരുത്, കാരണം കറിക്ക് കയ്പ്പുണ്ടാക്കും അത്. ഉലുവ ജീരകമൊക്കെ ഇടുമ്പോൾ അതൊക്കെ പാകത്തിന് തന്നെ ഇടാൻ പാടില്ല. അപ്പോൾ കടുക് പൊട്ടി വരുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ പൊട്ടി വരുമ്പോൾ ഒരു 10-15 ചുവന്നുള്ളി ഞാൻ അരിഞ്ഞ് വെച്ചിട്ട് അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് മൊരിഞ്ഞ് വരട്ടെ. അപ്പോൾ ഇങ്ങനെ ഒരു കറി ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് നന്നായി ഊണ് കഴിക്കാൻ പറ്റുന്നൊരു കറിയാണ്. 2 പപ്പടം അല്ലെങ്കിൽ ഒരു മീൻ കഷ്ണമോ ഒക്കെ മതി നമുക്കിത്
നന്നായി ഊണ് കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. കുമ്പളങ്ങ വെറുതെ ഓലം വയ്ക്കുമ്പോൾ നമുക്കൊരു കൂട്ടുകറി വേണം. ഇതിന് കൂട്ടുകറിയൊന്നും വേണ്ട, ഈ കറി തന്നെ മതി. അപ്പോൾ ഉള്ളിയായി വന്നപ്പോൾ ഞാൻ വേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്കൊരു 3-4 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അത് മൊരിഞ്ഞ് വരുമ്പോൾ നമ്മൾ ഇത് കറിയിലേക്ക് ഒഴിച്ചിട്ട് ഒരു 15 മിനിറ്റ് അടച്ച് വയ്ക്കുക. 15 മിനിറ്റിന് ശേഷം പിന്നെ തുറന്നിട്ട് നമ്മൾ സെർവ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിതിപ്പോൾ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ 15 മിനിറ്റിന് ശേഷം കറി തുറന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെയാണ് കറി ഇരിക്കുന്നത്. വളരെ ടേസ്റ്റായിട്ടുള്ള കറിയാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. അപ്പോൾ താങ്ക് യു.